ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വിശാൽ വക്കീലിനോട് സംസാരിക്കുന്ന കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പാർവതി. ഇപ്പോൾ പാർവതിയുടെ പേർക്കുള്ള സ്വത്തുക്കൾ മുഴുവനും പ്രഭാവതിയമ്മയുടെ പേർക്ക് എഴുതി കൊടുക്കണം എന്നാണ് വിശാൽ പറയുന്നത്. എന്നാൽ ഇത് കേട്ട് വക്കീൽ പറയുന്നു, സാർ ചോദിക്കുന്നുണ്ട് ഒന്നും വിചാരിക്കരുത്, ഇത് നിങ്ങളുടെ കുടുംബകാര്യമാണ്, വക്കീലായി എനിക്കിതിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ഇത് കേട്ട് വിശാൽ ചോദിക്കുന്നുണ്ട് വക്കീലിന് ഇപ്പോൾ എന്താണ് അറിയേണ്ടതെന്ന്. വക്കീൽ പറയുന്നു, അല്ല സാർ, ഇപ്പോൾ ഇത് പാർവതിയമ്മയുടെ പേർക്ക് നിന്നും പ്രഭാവതിയമ്മയുടെ പേർക്ക് സ്വത്തുക്കൾ എഴുതി വെക്കാനുള്ള കാരണം എന്താണ്? വിശാൽ പറയുന്നു, അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം എന്നെ വളർത്തി വലുതാക്കിയത് എൻ്റെ പ്രഭാവതിയമ്മയല്ലേ, അപ്പോൾ അതിൻ്റെ നന്ദി ഞാൻ കാണിക്കണമല്ലോ. അല്ല സാർ, ഗോപി സാറിനോട് സാർ ഡിസ്കസ് ചെയ്തായിരുന്നോ എന്ന് വക്കീൽ ചോദിക്കുന്നു. ഇല്ല, അതൊക്കെ ഞാൻ സംസാരിച്ചോളാം എന്ന് വിശാൽ. സാറിനോടൊന്ന് ചോദിച്ചിട്ട് ഈ ഇടപാട് നടത്തുന്നതല്ലേ നല്ലത് എന്ന് വക്കീൽ വീണ്ടും ചോദിക്കുന്നുണ്ട്. അല്ല, ഞാൻ ഈ വസ്തുക്കൾ പ്രഭാവതിയമ്മയുടെ പേർക്ക് എഴുതി കൊടുക്കുന്നതിൽ വക്കീലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ വക്കീൽ പറയുന്നു, എനിക്കെന്ത് പ്രയാസം, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. വക്കീൽ, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി, രജിസ്ട്രേഷനുള്ള നടപടികൾ ചെയ്തോളൂ എന്ന് വിശാൽ. അച്ഛൻ്റെ സമ്മതമൊക്കെ ഞാൻ വാങ്ങിക്കോളാമെന്നും പറയുന്നു. അച്ഛൻ സമ്മതിക്കും എന്നും വിശാൽ പറയുന്നു. ശരി, അങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ ഒരു കാര്യം. പക്ഷേ സാർ, നാളെയും മറ്റന്നാളും രജിസ്റ്റർ ഓഫീസ് അവധിയാണ്, അത് കഴിഞ്ഞേ നമുക്ക് രജിസ്ട്രേഷൻ നടത്താൻ പറ്റൂ. അങ്ങനെയാണോ? എങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് മതി. ശരി ശരി, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് വിശാൽ ഫോൺ വെച്ചു. പാർവതി അവിടെ നിന്നപ്പോൾ വിശാൽ പറയുന്നു, ആ പാർവതി, നിന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ, നിന്റെ പേർക്കുള്ള സർവ്വ സ്വത്തുക്കളും അമ്മയുടെ പേർക്ക് എഴുതി വെക്കണം. സാർ, അത് എന്ന് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ ഇങ്ങോട്ടേക്ക് പറയുന്നു, വീണ്ടും നിനക്ക് അതിൽ വിഷമോ ഇല്ലാന്ന് എനിക്കറിയാം. ആ വസ്തുക്കൾ അമ്മയുടെ പേർക്ക് എഴുതി കൊടുക്കുന്നത് ഒരു നല്ല കാര്യമല്ലേ പാർവതി? ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് പാർവതി. പിന്നെ അന്ന് ഗായത്രി അമ്മയുടെ സംസാരവും ഇപ്പോൾ ഓർക്കുകയാണ് പാർവതി. വിശാൽ പാർവതിയോട് വീണ്ടും പറയുന്നു, പാർവതി, ഗായത്രി അമ്മയ്ക്ക് തുല്യമാണ് പ്രഭാവതിയമ്മ. പ്രഭാവതിയമ്മ വിഷമിച്ചാൽ ഗായത്രി അമ്മ വിഷമിച്ചതുപോലെ ആകില്ലേ? ഇപ്പോൾ പ്രഭാവതിയമ്മയ്ക്കൊരു വിഷമം ഉണ്ടായിരിക്കുന്നു. നമ്മുടെ തൊഴിലാളികൾക്ക് കുറച്ച് വസ്തുക്കൾ പ്രഭാവതിയമ്മ ദാനമായിട്ട് കൊടുത്തിരുന്നു. പക്ഷേ അതെനിക്കറിയില്ലായിരുന്നു. ഇത് അമ്മ പറയുമ്പോഴാണ് ഇനി ഞാൻ ആ കാര്യം പോലും അറിയുന്നത്. സാർ, അതിലിപ്പോൾ എന്താ പ്രശ്നമെന്ന് പാർവതി ചോദിക്കുന്നു. പ്രശ്നമൊന്നുമില്ല, തൊഴിലാളികൾക്ക് പ്രഭാവതിയമ്മ ദാനം കൊടുത്ത വസ്തുക്കളൊക്കെ പാർവതിയുടെ പേർക്ക് ഇപ്പോൾ എഴുതിയിരിക്കുന്ന പ്രോപ്പർട്ടീസാണ് അതെല്ലാം. അത് മാത്രമല്ല, പ്രഭാവതിയമ്മ അവർക്ക് എഴുതി കൊടുക്കാൻ തുടങ്ങിയ വസ്തുക്കളെല്ലാം ഇപ്പോൾ തന്നെ അവർക്ക് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തൊഴിലാളികൾ പ്രശ്നമാക്കുകയാണ്. അമ്മയ്ക്ക് ഇപ്പോൾ വലിയൊരു അപമാനമായിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ. എന്തിനാണ് അങ്ങനെയൊരു നാണക്കേട്? എന്തിനാണ് അമ്മ അങ്ങനെയൊരു നാണക്കേട് അനുഭവിക്കുന്നത്? അതുകൊണ്ട് ഞാൻ കരുതി എല്ലാ സ്വത്തുക്കളും അമ്മയ്ക്ക് തന്നെ കൊടുക്കാന്. അമ്മയുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഏതായാലും അമ്മയുടെ പേർക്ക് രജിസ്ട്രേഷൻ ഉടൻ നടത്തണം എന്ന് പറഞ്ഞ് വിശാൽ അവിടെ നിന്ന് പോയി. എന്ത് പറയണം എന്നറിയാതെ നിൽക്കുകയാണ് പാർവതി. തുടർന്ന് പ്രഭാവതി മനസ്സിൽ വിചാരിക്കുന്ന ഒരുവിധം നാടകം കളിച്ച് വിശാലിനെ കൊണ്ട് സ്വത്തുക്കളെല്ലാം എൻ്റെ പേർക്ക് എഴുതി തരുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇതുവരെ എത്തിച്ചു. പക്ഷേ പാർവതി അവളെ ഇതിനെ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഇല്ല, തീർച്ചയായും അവൾ ഇതിന് സമ്മതിക്കില്ല. അവളെ കൊണ്ട് ഇതിന് സമ്മതിപ്പിക്കാൻ എന്താ ഒരു മാർഗം? വിശാലിൻ്റെ ആവശ്യമായത് പാർവതിയെ അറിയിക്കണം. അങ്ങനെ അവനെ കൊണ്ട് അവളെ സമ്മതിപ്പിച്ചെടുക്കണം. ഈ സമയത്താണ് വിശാൽ പ്രഭാവതിയുടെ മുറിയിലേക്ക് വരുന്നത്. അമ്മേ, രജിസ്ട്രേഷൻ്റെ കാര്യം ഞാൻ നമ്മുടെ വക്കീലിനോട് സംസാരിച്ചു. എന്നിട്ട് ഇന്ന് ആകാംക്ഷയോടെ പ്രഭാവതി ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നു, 2 ദിവസം രജിസ്ട്രേഷൻ നടക്കില്ല, അവധിയാണ്. അത് കഴിഞ്ഞാൽ ഉടൻ രജിസ്ട്രേഷൻ നടക്കുമെന്നാണ് വക്കീൽ പറഞ്ഞതെന്ന് വിശാൽ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ പ്രഭാവതി നിൽക്കുന്നു. മോനെ, ഇപ്പോഴും ഞാൻ പറയാണ്, ഞാൻ എൻ്റെ വിഷമം നിന്നോട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിൻ്റെ പേരിൽ തിടുക്കപ്പെട്ട് എൻ്റെ പേർക്ക് സ്വത്തുക്കളൊന്നും എഴുതി വെക്കണമെന്നില്ല എന്ന് പ്രഭാവതി പറയുന്നുണ്ട്. എന്നാൽ വിശാൽ പറയുന്നു, അതിൻ്റെ ആവശ്യമില്ല അമ്മേ, സ്വത്തുക്കൾ ഉടൻ അമ്മയുടെ പേർക്ക് മാറ്റണം. അത് അമ്മയുടെ പേർക്കിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. മോനെ, എന്നാലും എനിക്ക് വേണ്ടാത്ത രീതിയിൽ വിശാലിന്റെ മുന്നിൽ അഭിനയിക്കുകയാണ് പ്രഭാവതി. വീണ്ടും വിശാൽ പറയുന്നു, അമ്മ കൂടുതലൊന്നും പറയണ്ട, ഞാൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. മോനെ, ഞാൻ പറയുന്നേ ഒന്ന് കേക്ക്. വക്കീലിനോട് സംസാരിച്ചത് അവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞു. അതിനു മുമ്പ് നിന്റെ അച്ഛൻ്റെ സമ്മതം വാങ്ങിക്കേണ്ടേ എന്ന്. അതേ കഴിഞ്ഞ് ഞാൻ വാങ്ങിക്കോളാമെന്ന് വിശാൽ. ശരി, ഗോപിയേട്ടന് എതിർപ്പുണ്ടാവില്ല എന്ന് കരുതാം, പക്ഷേ പാർവതിയോട് സംസാരിക്കണ്ടേ? എടാ, തീർച്ചയായിട്ടും നീ പാർവതിയോട് ഇതിന് സംസാരിക്കണം എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു, തീർച്ചയായിട്ടും പാർവതി ഇതിന് സമ്മതിക്കും അമ്മേ, അവളെന്തിനാ ഇതിനെ എതിർക്കുന്നത്? പ്രഭാവതി പറയുന്നു, വിശാൽ, അങ്ങനെ ഒരു മുൻവിധിയോടെ രജിസ്ട്രേഷൻ നടപടിയിലേക്ക് നമുക്ക് പോണ്ട. പാർവതി സമ്മതിക്കും എന്ന് വിചാരിച്ച് നമ്മളെല്ലാം പ്രൊസീഡ് ചെയ്തിട്ട് ഒടുവിൽ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് അവൾക്ക് സ്വത്ത് കൈമാറ്റത്തിന് സമ്മതമില്ല എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ?
ഏയ് അവൾ അങ്ങനെ എനിക്ക് വിശാൽ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു എതിർപ്പുണ്ടാവില്ലായിരിക്കാം, എങ്കിലും അവൾക്കിതിനെ പൂർണ്ണ സമ്മതമുണ്ടോ എന്ന് ഒന്നല്ല 10 തവണയെങ്കിലും ചോദിച്ച് സമ്മതം വാങ്ങിക്കണം. അമ്മേ, ഞാനത് അവളോട് സംസാരിച്ചതാണ് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു സംസാരിച്ചോ? അത് ശരി, എന്നിട്ട്? അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല, മിണ്ടാറ് നിന്നതേ ഉള്ളൂ. അവളുടെ ആ മൗനം നമുക്ക് സമ്മതമായി കരുതാമെന്ന് വിശാൽ. ഒരു പക്ഷേ ആ മൗനം അവളുടെ എതിർപ്പാണെങ്കിലോ എന്ന് പ്രഭാവതി. ഏയ് അങ്ങനെ അവൾ എതിർക്കോ എന്ന് വിശാൽ. എന്തായാലും മോള് അവളോട് ഒന്നുകൂടി ചോദിച്ച് ഉറപ്പിക്കുന്നതായിരിക്കും നല്ലതെന്ന് പ്രഭാവതി. പാർവതി അവളുടെ നാവ് കൊണ്ട് ഇതിന് സമ്മതമാണെന്ന് പറഞ്ഞാൽ അമ്മയുടെ ടെൻഷൻ മാറുമല്ലോ. പാർവതി കൊണ്ട് അമ്മയുടെ പേരിലേക്ക് സ്വത്തുക്കൾ എഴുതി തരാൻ സമ്മതിച്ചാൽ പോരെ എന്ന് പറഞ്ഞ വിശാൽ സന്തോഷത്തോടെ അവിടെ നിന്ന് പോയപ്പോൾ വളരെ സന്തോഷത്തോടെ പ്രഭാവതിയും നിൽക്കുന്നു. എന്നാൽ പാർവതിയോ മുറിയിൽ വളരെ ടെൻഷനോടെ നിൽക്കുന്നു. ബുദ്ധി രാക്ഷസി തന്നെയാണ് പ്രഭാവതി അമ്മ. വിശാൽ സാറിന്റെ സ്നേഹം മുൻനിർത്തി എന്ത് തന്ത്രപരമായാണ് സ്വത്തുക്കൾ കൈക്കലാക്കാൻ നോക്കുന്നത്? വിശാൽ സാറിനെ എങ്ങനെയാണ് ഇതിൽ നിന്നും ഒന്ന് തടയുന്നത്? എന്താണ് പ്രഭാവതി അമ്മയുടെ തനി സ്വരൂപം വിശാൽ സാറിന്റെ മുന്നിൽ തെളിയിക്കാൻ ഒരു മാർഗം? അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് മണിക്കുട്ടനെത്തി. എന്താ പറ നീ ആലോചിക്കുന്നത്? എന്തോ ഗൗരവമായ വിഷയമാണെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ മണിക്കുട്ടൻ ചോദിക്കുന്നുണ്ട്. ഇവിടെ വലിയൊരു ചതി നടക്കാൻ പോവുകയാണെന്ന് പാർവതി. എന്ത് ചതി? പ്രഭാവതിയമ്മ പുതിയ എന്തെങ്കിലും പദ്ധതി നടപ്പാക്കാൻ പോകുന്നുണ്ടോ? അതിനെ പ്രതാപൻ ഇവിടെ ഇല്ലല്ലോ. പ്രതാപൻ ഇല്ലാതെ പ്രഭാവതിയമ്മ തനിയെ എന്ത് ചെയ്യാനാണ് എന്ന് മണിക്കുട്ടൻ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അനിയൻ കൂടെ ഇല്ല എന്ന് കരുതി പ്രഭാവതിയമ്മ തളർന്നിട്ടൊന്നുമല്ല. അവരുടെ നീക്കങ്ങൾ ഇപ്പോഴും പഴയതുപോലെ തന്നെ തുടരുന്നുണ്ട്. ഇവിടുത്തെ സ്വത്തുക്കൾ മുഴുവനും തട്ടിയെടുക്കണം, അതാണ് അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ എന്താണ് പുതിയ പദ്ധതി എന്ന് മണിക്കുട്ടൻ ചോദിക്കുന്നുണ്ട്. പ്രഭാവതിയമ്മയെ ഗായത്രി അമ്മയ്ക്ക് തുല്യമായിട്ടാണ് വിശാൽ സാറ് സ്നേഹിക്കുന്നത്. അവരെ കണ്ണും പൂട്ടി വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇതുവരെ ഒരു തരത്തിലും പ്രഭാവതിയമ്മയുടെ വാക്കുകളിലും സംസാരത്തിലും ഒരു സംശയവും വിശാൽ സാറിന് തോന്നിയിട്ടില്ല. ഇതെല്ലാം ആ പ്രഭാവതിയമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അവർ വിശാൽ സാറിനെ ഈ അവസരം നന്നായിട്ട് ഉപയോഗിക്കുകയാണ്. അവർ വിജയിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ അമ്മയോടുള്ള സ്നേഹം മൂത്ത് എൻ്റെ പേരിലുള്ള സകല സ്വത്തുക്കളും സാറ് പ്രഭാവതിയമ്മയുടെ പേർക്ക് എഴുതി കൊടുക്കാൻ പോവുകയാണ്. അതായത് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ പ്രഭാവതിയമ്മ ആ സ്വത്തുക്കൾ മുഴുവനും തന്ത്രപൂർവ്വം അടിച്ചെടുക്കാൻ പോവുകയാണ്. ഇതൊക്കെ അറിയാമായിരുന്നിട്ടും നീ എന്തിനാണ് പാറോ കൂട്ടു നിൽക്കുന്നതെന്ന് മണിക്കുട്ടൻ ചോദിക്കുന്നുണ്ട്. നീ സ്വത്തുക്കൾ പ്രഭാവതിയമ്മയുടെ പേർക്ക് എഴുതി കൊടുക്കാൻ പോവുകയാണോ എന്നും ചോദിക്കുന്നു. അല്ലാതെ ഞാനിപ്പോൾ എന്ത് ചെയ്യും? എൻ്റെ പേർക്കുള്ള ആ സ്വത്തുക്കൾ പ്രഭാവതിയമ്മയ്ക്ക് എഴുതി കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ എനിക്ക് സാധിക്കുമോ? അങ്ങനെ ഞാൻ പറഞ്ഞാൽ ആ സ്വത്ത് കൈമാറ്റത്തിന് ഞാൻ വിസമ്മതിച്ചാൽ അത് വിശാൽ സാറിന് വലിയ വിഷമമാകും. മാത്രമല്ല എന്നോട് ദേഷ്യവും തോന്നും. ഞാനും സാറും തമ്മിൽ ഇതിൻ്റെ പേരിൽ പിണങ്ങാനും തയ്യാറാകും. പ്രഭാവതിയമ്മ ചതിക്കാൻ പോവുകയാണെന്നുള്ള സത്യം നിനക്ക് നിന്റെ വിശാൽ സാറിനെ ബോധ്യപ്പെടുത്തിക്കൂടെ പാറോ? അതിന് തെളിവുകൾ വേണ്ടേ എന്ന് പാർവതി. തെളിവുകളില്ലാതെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാനിപ്പോൾ തെളിവിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ഇത്രയും നേരമായിട്ടും ഒരു വഴിയും തെളിയുന്നില്ല എന്നൊക്കെ പാർവതി പറയുന്നു. ആ സമയം പാർവതിക്കൊരു കോള് വന്നു. മണിക്കുട്ടനോട് പറയാതെ പാർവതി പുറത്തേക്ക് പോയി. വിശാൽ മുറിയിലേക്ക് വന്നപ്പോൾ പാർവതിയെ കാണുന്നില്ല. എല്ലാ റൂമിലും പാർവതിയെ നോക്കുകയാണ് വിശാൽ. ആ സമയത്താണ് അച്ഛൻ അതുവഴി വരുന്നത്. അച്ഛനോട് പാർവതി കണ്ടോ എന്ന് വിശാൽ ചോദിക്കുന്നുണ്ട്. പാർവതിയോ? അവളിവിടെ ഇല്ലേ എന്ന് ഗോപിനാഥം. ഇല്ല എന്ന് പറഞ്ഞ് ടെൻഷനോടെ വിശാൽ നിൽക്കുന്നു. ഒരു അത്യാവശ്യ സമയത്ത് അവൾ ഇവിടെ എങ്ങോട്ട് പോയെന്ന് ചോദിക്കുന്നു. അത്യാവശ്യ സമയമോ? അതിൽ എന്താണ് ഇത്ര അത്യാവശ്യമെന്ന് ഗോപിനാഥം പറയുന്നുണ്ട്. അച്ഛാ, പാർവതിയുടെ പേർക്കുള്ള നമ്മുടെ കുടുംബ സ്വത്തുക്കൾ ഞാൻ പ്രഭാവതിയമ്മയുടെ പേർക്ക് എഴുതി കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് വിശാൽ. ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ഗോപിനാഥ്. ഞാനത് അമ്മയോട് പറഞ്ഞു. അന്നേരം അമ്മ പറയാണ് പാർവതിയുടെ പൂർണ്ണ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ ഈ സ്വത്ത് അമ്മ സ്വീകരിക്കൂ എന്ന്. പാർവതിക്ക് എന്തായാലും ഇതിന് വിസമ്മതം കാണില്ല, അതെന്തായാലും എനിക്ക് ഉറപ്പാണെന്നും അവരുടെ ആ സമ്മതം അമ്മയോട് ഒന്ന് നേരിട്ട് പറയണം. അതിനുവേണ്ടിയാണ് ഞാൻ പാർവതി അന്വേഷിക്കുന്നതെന്ന് വിശാൽ. എന്നാൽ ഗോപിനാഥ് പറയുന്നു, എടാ നീ എന്താ ഈ പറയുന്നത്? ഇപ്പോൾ എന്തിനാ ഇങ്ങനെയൊരു സ്വത്ത് കൈമാറ്റം? ഈ സ്വത്ത് വകകൾ സ്വന്തം പേർക്ക് വേണമെന്ന് പറഞ്ഞ് പ്രഭാവതി നിന്നെ നിർബന്ധിച്ചോ? പ്രഭാവതി ആവശ്യപ്പെട്ടുകൊണ്ടാണ് നീ ഈ സ്വത്തുക്കൾ മുഴുവനും പ്രഭാവതിക്ക് എഴുതി കൊടുക്കാൻ പോകുന്നത്? ഏയ്, അമ്മ നിർബന്ധിച്ചില്ല. പക്ഷേ നമ്മുടെ സ്വത്തുക്കൾ അമ്മയ്ക്ക് കൊടുത്താൽ അമ്മയുടെ ഒരു വലിയ വിഷമം മാറും, നാണക്കേട് ഒഴിവാക്കി കിട്ടും, അതോടെ ധാരാളം നന്മകൾ ഉണ്ടാകും എന്നൊക്കെ വിശാൽ പറയുന്നു. ഒന്നും മനസ്സിലാകാതെ ഗോപിനാഥ് ചോദിക്കുന്നു, നന്മയ്ക്കോ? എന്ത് നന്മയെന്ന്? എടാ നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രഭാവതിക്ക് എന്ത് വിഷമം, എന്ത് നാണക്കേട് എന്നൊക്കെ ഗോപിനാഥ് പറയുന്നു. അച്ഛാ, നമ്മുടെ തൊഴിലാളികൾക്ക് കുറച്ച് വസ്തുക്കൾ അമ്മ ദാനമായി കൊടുത്തിരുന്നു. ആ വസ്തുക്കൾ ഇപ്പോൾ എഴുതി കിട്ടണമെന്ന് പറഞ്ഞ് അവരെ ബഹളം വെക്കുകയാണ്. പക്ഷേ ഈ സ്വത്തുക്കൾ അമ്മയുടേതല്ലല്ലോ, അതുകൊണ്ട് അമ്മയ്ക്ക് അവർക്ക് കൊടുത്ത വാക്ക് നിറവേറ്റാൻ സാധിക്കുന്നില്ല. ഇതിനു പകരം വേറെ വസ്തുക്കൾ അവർക്ക് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അമ്മയ്ക്ക് വേറെ വസ്തുക്കളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിശാൽ പറയുന്നുണ്ട്. ഇപ്പോഴേ കാര്യം ഗോപിനാഥിന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് അമ്മയുടെ നാണക്കേടും വിഷമവും ഒഴിവാക്കാൻ വേണ്ടി പാർവതിയുടെ വസ്തുക്കൾ അമ്മയ്ക്ക് കൊടുക്കാമെന്ന് ഞാൻ അങ്ങ് കരുതി. എന്നാൽ ഗോപിനാഥ് പറയുന്നു, എടാ തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണോ? അതിനെന്താ കുഴപ്പം? നല്ല കാര്യങ്ങൾ വെച്ച് താമസിക്കാതെ നടത്തണമെന്നല്ലേ അതെ, പാർവതിക്ക് ഇതിൽ സമ്മതമാണെന്ന് നീ സ്വയം തീരുമാനിച്ചതാണോ?
എന്ന് ഗോപിനാഥ് പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട്, ഞാൻ ഈ കാര്യം പാർവതിയോട് സംസാരിച്ചിരുന്നു, പക്ഷേ അവൾക്ക് എതിർപ്പൊന്നും പറഞ്ഞില്ല. സമ്മതമാണെന്ന് പാർവതി പറഞ്ഞു എന്ന് ഗോപിനാഥ് ചോദിക്കുന്നു. ഒന്നും വേണ്ടിയില്ല, മൗനമായി കേട്ടു നിന്നു. അപ്പോൾ എന്താണ് അതിനർത്ഥം? മൗനം സമ്മതമെന്നല്ലേ എന്ന് വിശാൽ. എടാ, മൗനം സമ്മതമാണെന്ന് എങ്ങനെ കരുതാൻ പറ്റും? സമ്മതമാണോ ഇല്ലയോ എന്ന് പാർവതി തുറന്നു പറയട്ടെ എന്ന് ഗോപിനാഥ്. ഞാൻ എന്ത് തീരുമാനം എടുത്താലും പാർവതി അതിന് തടസ്സം നിൽക്കില്ല. ഞാൻ അവൾ എവിടെയാണെന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വിശാൽ പോയപ്പോൾ ടെൻഷനോടെ ഗോപിനാഥ് നിൽക്കുന്നു. ഏതായാലും വിശാലിൻ്റെ ഈ നീക്കം തടയണം എന്ന് ഗോപിനാഥ് വിചാരിക്കുന്നുണ്ട്. ഈ സമയം പാർവതി ഒരു ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സുകുമാരൻ്റെ വീട് തിരക്കി പോവുകയാണ്. അവിടെ നിന്ന് ഒരാളോട് വഴി ചോദിക്കുന്നു. അയാൾ കൃത്യമായി വഴി പറഞ്ഞു കൊടുത്തിട്ട് പാർവതി ആ വഴിയിലേക്ക് പോകുന്നു. ഈ സമയം പ്രഭാവതി പ്രതാപനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ അവർ സംസാരിക്കുന്നു. ചേച്ചി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എങ്ങനെയും അവിടെ തിരിച്ചു കയറാനുള്ള ഒരു സഹായം ചെയ്യണം, ഇല്ലെങ്കിൽ ചേച്ചിനെ കാണില്ലെന്നൊക്കെ പ്രതാപൻ വിഷമത്തോടെ പറയുന്നു. എടാ, നീ സങ്കടപ്പെടേണ്ട, നിന്റെ വിഷമങ്ങളൊക്കെ നമുക്ക് ഉടനെ മാറ്റാടാ. നമ്മുടെ പദ്ധതികൾ എത്രയും പെട്ടെന്ന് നടപ്പിലാകുമെന്നും പ്രഭാവതി പറയുന്നു. ഉറപ്പാണോ ചേച്ചി എന്ന് പ്രതാപൻ. ഞാൻ കരഞ്ഞു പിഴിഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇവിടുത്തെ സ്വത്തുക്കളെല്ലാം എൻ്റെ പേർക്ക് എഴുതിത്തരാമെന്ന് ഒരു വിധത്തിൽ വിശാൽ സമ്മതിച്ചു വെച്ചിട്ടുണ്ട്. സമ്മതിച്ചോ? അതെങ്ങനെ സമ്മതിച്ചു എന്നൊക്കെ പ്രതാപൻ ഇങ്ങനെ ചോദിക്കുന്നു. അതൊക്കെ സമ്മതിച്ചിടാൻ നേരി കാണുമ്പോൾ ഞാൻ ഇതെല്ലാം നിന്റെ അടുത്ത് വിശദമായിട്ട് സംസാരിക്കാം. പാർവതിയുടെ സമ്മതം ഞാൻ വാങ്ങിച്ചെടുത്തു എന്ന് പ്രഭാവതി. ചേച്ചി, എൻ്റെ ഇതുവരെയുള്ള അനുഭവം അനുസരിച്ച് ഞാൻ പറയാണ്, പാർവതി മനസ്സുകൊണ്ട് ഇത് സമ്മതിക്കില്ല ഒരിക്കലും. ഇനിയിപ്പോൾ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് സൂക്ഷിക്കണം. അതിന് പിന്നിൽ എന്തോ ഒരു കളിപ്പീരുണ്ട്, എന്തെങ്കിലും പണി ഉണ്ടാകും. ചേച്ചി സൂക്ഷിക്കണം, അവളെ പൂർണ്ണമായും വിശ്വസിക്കേണ്ട എന്ന് പ്രതാപൻ. ഇല്ലടാ, ഈ പ്രാവശ്യം അവൾക്ക് അങ്ങനെ എന്നെ പറ്റിക്കാൻ പറ്റില്ല. വിശാലിനെ കൊണ്ടാണ് ഞാൻ അവളെ ലോക്ക് ചെയ്തിരിക്കുന്നത്. അവസാന നിമിഷം സ്വത്തുക്കൾ എനിക്ക് തരാൻ പറ്റില്ലെന്ന് അവൾ പറഞ്ഞാൽ വിശാലിനെ തനിക്കൊണം അവൾ തന്നെ കാണും. അവനും അവളും തമ്മിൽ കലഹം നടക്കും. അത് ഞാൻ മുതലെടുക്കും. രണ്ടുപേരും തമ്മിൽ ഈ സ്വത്തിൻ്റെ പേരിൽ വഴക്കുണ്ടായാൽ അങ്ങനെ ഞാൻ ആളെ കത്തിച്ച് ഡിവോഴ്സിൻ്റെ വക്കിലെത്തിക്കും. ഒരു കയ്യിൽ സ്വത്തും ഒരു കയ്യിൽ ഡിവോഴ്സും വെച്ച് പാർവതിയോട് വിലപേശും. അവൾ എന്ത് ഡിസിഷനാണ് അപ്പോൾ എടുക്കുന്നത്? അവൾക്ക് എന്നെ വലുത് വിശാലല്ലേ? അവൾക്ക് അവൻ മാത്രം മതിയല്ലോ. അതുകൊണ്ട് അവൾ സ്വത്തുക്കളെല്ലാം എൻ്റെ പേർക്ക് എഴുതി വെച്ച് താനേ പത്തി മടക്കിക്കോളും. പ്രതാപ, അതിന് ഇനി അധിക നാളില്ല. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. സ്വത്തുക്കൾ എൻ്റെ കയ്യിലൊന്ന് വന്ന് ചേർന്നോട്ടെ. അന്ന് നിനക്ക് സ്വതന്ത്രമായി ഇവിടെ വന്ന് കയറാലോ. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുന്നു. സ്വപ്നം കാണുകയും ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.